മഴതോരും മുൻപയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. SIയുടെ മുമ്പിൽ യാചിച്ച് നിൽക്കുകയാണ് വൈജയന്തി. എന്നെ അറസ്റ്റ് ചെയ്യരുത് സർ, ഞാൻ എൻ്റെ വാശിയുടെ പുറത്ത് ചെയ്തു പോയതാണ്. അപ്പോൾ SI പറയുന്നുണ്ട്, നിങ്ങളുടെ കുടുംബ പ്രശ്നം തീർക്കാനുള്ള സാധനങ്ങളാണോ മാഡം ഇതൊക്കെ? നിങ്ങളിതൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളൊരു സ്ത്രീയല്ലേ? നിങ്ങൾക്കറിയില്ലേ ഇതൊക്കെ കൈവശം വയ്ക്കുന്ന ആളുടെ പേരിൽ കേസെടുക്കുമെന്നൊക്കെ? ഇതൊക്കെ വാങ്ങുന്നതും വിൽക്കുന്നതും ശിക്ഷാർഹമാണെന്നൊക്കെ ആരൊക്കെയാണ് മാഡം അറിയാൻ പാടില്ലാത്തത്? മാഡം കുറച്ച് മുൻപ് എന്നോട് ബാലചന്ദ്രൻ സാർ പറഞ്ഞതൊക്കെ മാഡവും കേട്ടതല്ലേ? ഇത് ആരാണോ ഇവിടെ കൊണ്ടുവന്നതെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ അയാളെ അറസ്റ്റ് ചെയ്യണമെന്ന്. അത് ആ സാർ പറഞ്ഞിട്ട് വേണ്ട എനിക്കതൊക്കെ അറിയാൻ. പിന്നെ ഞാനത് സമ്മതിച്ചു കൊടുത്തതും അങ്ങനെയൊന്നും സാറ് തെളിയിക്കില്ലെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ്. മാഡം എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴും ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഞാൻ പോകുന്നതും. മാഡം ഇതൊക്കെ അവളെ ബാഗിൽ വെച്ചിട്ട് മാഡം അവളെ പെടുത്താൻ വേണ്ടി തന്നെയാണ് എന്നെ വിളിച്ചതെന്നും എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായതാണ് മാഡം. പക്ഷേ മാഡം ഇതൊക്കെ ഇത്ര കെയർലെസ് ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. SI വൈജയ്ക്ക് മുമ്പിൽ കൈമലർത്തുകയാണ്. വൈജ ഉടനെ തന്നെ ബാലചന്ദ്രനെ നോക്കുന്നുണ്ട്. എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ്, എന്നോട് ഈ തവണത്തേക്കൊന്ന് മാപ്പാക്കണം, എന്നെ കൊണ്ടുപോകരുതെന്ന് പറയണം, എനിക്ക് മെഡിസിനൊക്കെ ഉള്ളതാണ്, ഇനിയും എനിക്ക് ഇതൊന്നും താങ്ങാനുള്ള ശേഷിയില്ലെന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിൻ്റെ ഈ വക ഐഡിയകളൊക്കെ നീ അങ്ങ് കോടതിയിൽ പ്രയോഗിച്ചു നോക്ക്, ചിലപ്പോൾ ജഡ്ജിയുടെ മനസ്സലിഞ്ഞേക്കാം. പക്ഷേ ഈ ബാലചന്ദ്രൻ്റെ മുമ്പിൽ നിൻ്റെ ഒരു വേഷം കെട്ട് നടക്കാൻ പോകുന്നില്ല വൈജയ്. നീ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടും അതെല്ലാം ക്ഷമിക്കാനുള്ള മനസ്സ് കാണിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ നീ ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല, ഒരു കാലത്തും നന്നാവാനും തീരുമാനിച്ചിട്ടില്ല. അത്രയ്ക്കും ദുഷിപ്പാണ് നിൻ്റെ മനസ്സ് മുഴുവനും. നിന്നോടൊരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു, നീ ഇനി നല്ല വഴിക്കാണ് നടക്കുന്നതെന്ന് കണ്ടാൽ പഴയൊരു ജീവിതത്തിലേക്കും 4 മക്കളോടൊപ്പം നമുക്ക് പോകാമെന്ന്. പക്ഷേ അതൊക്കെ നിന്നിൽ നിന്നും ഒരുപാട് കയ്യെത്തും ദൂരത്തേക്കാണെന്ന് ഇപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെടുന്നത്. ബാലചന്ദ്രൻ അതെല്ലാം മുഖത്തടിച്ച് പറഞ്ഞതുപോലെ ബാലചന്ദ്രൻ മുകളിലേക്ക് കയറിപ്പോയി. വൈജ ആരെയും നോക്കാതെ നിൽക്കുമ്പോഴായിരുന്നു അലീനയെ പെട്ടെന്ന് കണ്ണിലുടക്കിയത്. അലീനയുടെ അരികിലേക്കായി വൈജ നടന്നു ചെന്നു. വൈജ അടുത്തേക്ക് വരുന്നത് കണ്ടതും അലീനയ്ക്ക് തിരിച്ച് നടക്കാൻ പോലും കഴിയാത്ത വിധം വൈജ അടുത്ത് എത്തിയിരുന്നു. വൈജ അലീനയ്ക്ക് മുമ്പിൽ കൈകൂപ്പി, എന്നെ രക്ഷിക്കണം, എന്നെ ഒരിക്കൽ കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വിടരുത്, അതിനുള്ള ശക്തി എനിക്കില്ലാത്തത് കൊണ്ടാണ്. ഒരമ്മ എന്ന നിലയ്ക്ക് എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. വൈജയുടെ വാക്കുകൾ കേട്ട് പോലീസുകാർക്കും ഒരു ഞെട്ടലായിരുന്നു. അലീന ആ വീട്ടിലെ സെർവൻ്റ് ആണെന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവരെന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അവർക്കും അതിശയം തോന്നുന്നുണ്ട്. വീണ്ടും വൈജ തുടർന്നു, നിനക്ക് നിൻ്റെ കെയർ ഓഫിൽ DYSP ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അവരോട് ഒന്ന് വിളിച്ച് നീ പറഞ്ഞാൽ മതി എന്നെ ഈ കേസിൽ പെടുത്തരുതെന്ന്. അല്ലെങ്കിൽ നീ ബാലചന്ദ്രനോടൊന്ന് പറയണം ഈ കേസിൽ എന്നെ കൊടുക്കരുതെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ആരുടെ മുമ്പിലും ഇപ്പോൾ ചെന്ന് കൈകൂപ്പി നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എന്നെല്ലാം വൈജ പറയുമ്പോഴും അലീന കുമ്പിട്ട തല പോലും നിവർത്തി വൈജയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നില്ല. വൈജ അലീനയ്ക്ക് മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നത് കണ്ട ബാലചന്ദ്രൻ മുകളിൽ നിന്നുകൊണ്ട് അലീനയെ അലറി വിളിച്ചു, അലീനെ കയറി മുകളിലേക്ക് വരാനാണ് പറഞ്ഞത് എന്ന്. ആ ശബ്ദം കേട്ട് വൈജയും അലീനയും ഓരോ നിമിഷം ബാലചന്ദ്രനെ നോക്കി. വൈജ പെട്ടെന്ന് ഞെട്ടിയാണ് ബാലചന്ദ്രനെ നോക്കിയത്. ഒരു നിമിഷം അലീന തൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആ സ്റ്റെപ്പുകൾ കയറി ബാലചന്ദ്രൻ്റെ അരികിലേക്കായി നടന്നു. അവരാരും തന്നെ വൈജയെ നോക്കുന്നുണ്ടായിരുന്നില്ല. ബബിതയും കൃഷ്ണമോളും പുച്ഛഭാവത്തോടെ ശരണ്യയുമായി അകത്തെ മുറിയിലേക്ക് പോയി. രോഹിത്ത് അമ്മയ്ക്ക് മുമ്പിലായി വന്ന് നിന്നു. എന്ത് തെറ്റാണ് ആ പെൺകുട്ടി നിങ്ങളോട് ചെയ്തത്? എൻ്റെ വാക്ക് കേട്ടുകൊണ്ട് എന്നോടൊപ്പം ഈ വീട്ടിൽ 2 ദിവസം നിൽക്കാൻ വന്നതാണോ നിങ്ങൾ അവളിൽ കണ്ട തെറ്റ്?
അതോ ഞാൻ കുറ്റക്കാരനല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നെ കോടതി മുറിയിൽ വെറുതെ വിടണമെന്ന് അപേക്ഷിച്ചതോ? അതാണോ നിങ്ങൾ കണ്ട തെറ്റ്? എങ്കിൽ ആ തെറ്റാണ് അവൾ സമൂഹത്തിന് മുമ്പിൽ ചെയ്തത്. എന്നെ ഞാൻ കുറ്റക്കാരനല്ലെന്ന് അവൾ ആ കോടതി മുറിയിൽ വിളിച്ചു പറഞ്ഞു. അതോടെ അവൾക്ക് നാടും വീടും ഉപേക്ഷിക്കപ്പെട്ടവളായി മാറി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെ ചേർത്ത് പിടിച്ചത്. എൻ്റെ സഹോദരിയായിട്ടാണ്, അല്ലാതെ ഒരിക്കലും എൻ്റെ കാമുകിയായിട്ടായിരുന്നില്ല. എന്നിട്ട് പോലും നിങ്ങൾക്കതൊന്നും മനസ്സിലാക്കാനുള്ള മനഃശക്തി ഇല്ലാതെയായി പോയല്ലോ. ഒരു കാലത്ത് നിങ്ങളൊരു അധ്യാപികയായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് വിദ്യ അഭ്യസിച്ചു കൊടുത്ത ഒരു ടീച്ചറുടെ പ്രവൃത്തികൾ ഇങ്ങനെയൊക്കെ ആയിരുന്നുവെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. നിങ്ങൾ എന്തായിരിക്കും ആ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാവുക? എനിക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല അതൊന്നും. ദുഷിച്ച സ്ത്രീയാണ് നിങ്ങൾ, ദുഷ്ടയായ സ്ത്രീ, എല്ലാവരാലും വെറുക്കപ്പെട്ടവൾ. എന്തിനാണ് ഇങ്ങനെയൊരു ജന്മമെന്ന് വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. എന്തായാലും സ്റ്റേഷനിലേക്ക് തന്നെയല്ലേ പോകുന്നത്. ഈ കേസിന് പെട്ടെന്നൊന്നും ജാമ്യം കിട്ടില്ലെന്നാണ് കേട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് ആരും എന്തായാലും ജാമ്യം എടുക്കാനായിട്ട് വരുമെന്നും പ്രതീക്ഷിക്കേണ്ട. ആരെയാണെന്ന് വെച്ചാൽ വിളിച്ച് പറഞ്ഞിട്ട് പോയാൽ മതി. മുഖത്തടിക്കും പോലെയായിരുന്നു രോഹിത്തിൻ്റെ ആ വാക്കുകളെല്ലാം വൈജയന്തിക്ക് തോന്നിയത്. വൈജയന്തി ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടുനിന്നു. ദീർഘമായൊരു ശ്വാസം, അത് മാത്രമായിരുന്നു വൈജയന്തിയിൽ നിന്നും വന്നത്. വൈജയന്തിയെ ചെന്ന് കൂടെയുണ്ടായിരുന്ന വനിതാ കോൺസ്റ്റബിൾസ് പിടിച്ചു. അവരോടായി SI പറഞ്ഞു, കൊണ്ടുവരൂ, ജീപ്പിലേക്ക് ഇരുത്തൂ എന്ന്. ആ ജീപ്പ് ഗേറ്റ് കടന്നു പോകുന്നത് നോക്കി മുകളിലെ മുറിയിലെ ജനലിലൂടെ അലീന നോക്കി നിന്നു. അലീനയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന്. അലീനയുടെ ആ നിൽപ്പ് കണ്ട് ബാലചന്ദ്രൻ അവളുടെ അരികിലേക്കായി വന്ന് ചോദിച്ചു, അലീനെ, നിനക്ക് വിഷമം തോന്നുന്നുണ്ടോ? അലീന ബാലചന്ദ്രനോടായി പറഞ്ഞു, ഇല്ല അച്ഛാ, വേറൊന്നുമല്ല. ഞാൻ ആലോചിക്കുന്നത് എന്ത് തെറ്റാണ് ആ പെൺകുട്ടി ചെയ്തതെന്നായിരുന്നു. അമ്മയുടെ കണ്ണിൽ അവളിൽ അമ്മ കാണുന്ന തെറ്റെന്താണെന്ന്. അമ്മയ്ക്ക് എന്താണ് അച്ഛാ ആരെയും മനസ്സിലാക്കാൻ കഴിയാത്തത്? ആ കുട്ടി ഒരു തെറ്റ് ചെയ്തുവെന്ന് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല അച്ഛാ. അമ്മ അവളിൽ കാണുന്ന തെറ്റുകളൊക്കെ ഒരുപാട് വലുതാണ്. തെറ്റുകൾ എന്ന് പറയാൻ പറ്റില്ല, അമ്മ കണ്ടത് ഒരു തെറ്റ് മാത്രം. അമ്മയെയും കുടുംബത്തെയും തൻ്റെ മകനെയും സമൂഹത്തിന് മുമ്പിൽ നാണം കെടുത്തിയത്രേ. അമ്മ ഒരിക്കലും രോഹിത്തിൻ്റെ ഭാഗത്തുണ്ടായ തെറ്റെന്താണെന്ന് ചിന്തിച്ചു പോലും നോക്കിയിട്ടില്ല. അത് രോഹിത്ത് ആവർത്തിച്ച് അമ്മയോട് പറഞ്ഞിട്ടും അതൊന്നും തെറ്റാണെന്ന് അമ്മ വകവെക്കുന്നുമില്ല. പിന്നെ ഇതിനപ്പുറത്തേക്ക് നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക? ബാലചന്ദ്രൻ അലീനയുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, അലീനെ, ഞാനൊരു കാര്യം പറഞ്ഞു തരാം. കാര്യം വൈജ വളരെ പാവം തന്നെയായിരുന്നു. ഒരർത്ഥത്തിൽ നിനക്ക് വിഷമം തോന്നാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല. നിൻ്റെ ജന്മത്തിന് ശേഷമാണ് അവൾ ഇങ്ങനെയൊക്കെ ആയി മാറിയത്. അതിൽ നിന്നും ഒരുപാട് അവളെ തിരുത്താൻ എല്ലാവരും ശ്രമിച്ചതാണ്. പിന്നെ അവളുടെ മനസ്സ് മുഴുവൻ അവളോടുള്ള പകയായിരുന്നു. നശിച്ചവളായി, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ജന്മം കൊടുത്തതിന് ശേഷം ആ കുഞ്ഞിനെ വളർത്താൻ പോലും കിട്ടാത്ത ഒരു പാപിയായ അമ്മയായി എന്നൊക്കെ. അതിനുശേഷമൊക്കെ എല്ലാവരും പറഞ്ഞിട്ടായിരിക്കാം എന്നെ വിവാഹം കഴിച്ചത്. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ജീവിതം നല്ല രീതിക്കൊക്കെ തന്നെയായിരുന്നു. പിന്നെ എപ്പോഴാണ് ഈ താളപ്പിഴവുകളൊക്കെ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതും നിനക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞാൽ അതൊരു വലിയ നുണയായിരിക്കും. കാരണം നീ വന്നതിന് ശേഷം എന്നുകൂടി പറയുന്നതായിരിക്കും നല്ലത്. വൈജയുടെ ഉള്ളിൽ അന്ന് കയറിയതാണ് ഈ ദുഷിച്ച ചിന്തകളെല്ലാം. പിന്നെ അവൾ കാണുന്നതെല്ലാം അതേ ദുഷിപ്പുകൾ മാത്രമായിരുന്നു. എന്ത് പറയാനാണ്? ഇനി അത് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അലീനെ. അതിൽ ഞാനൊരു മാറ്റവും പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും നിങ്ങൾ പോവാൻ റെഡിയാവാൻ നോക്ക്.
അവളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് വരുന്നിടത്ത് വെച്ച് കാണാം. അതെന്തെങ്കിലും ആയിക്കോട്ടെ അച്ഛാ, പക്ഷേ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ എന്തെങ്കിലും ഒരു വഴി നോക്കണം. ഇല്ല അലീനെ, ഞാൻ അതിന് ശ്രമിക്കില്ല. അത് നീ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. എന്നിൽ നിന്നൊന്നല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് ആരും അതിനു വേണ്ടി ശ്രമിക്കില്ല. അതുകൊണ്ട് തന്നെ നീയും ശ്രമിക്കരുത്. അച്ഛാ, അങ്ങനെ പറയരുത്. ഞാൻ മനുവേട്ടനെ ഒന്ന് വിളിച്ച് പറഞ്ഞോട്ടെ. മനുവേട്ടൻ അവരെ ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ ചെയ്തോട്ടെ. നമ്മളായിട്ട് ഒന്നും ചെയ്യണ്ട അച്ഛാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇപ്പോൾ ആൻറ്റിയെ പോലീസ് അറസ്റ്റ് ചെയ്തതൊക്കെ എങ്ങനെ അറിയാനാണ്? അവരായാലും വിചാരിക്കില്ലേ നമ്മൾ ആരോടൊന്നും പറഞ്ഞില്ല എന്ന്. എന്തിനേറെ പറയുന്നു, ഇവിടെ കിടക്കുന്ന മുത്തശ്ശിക്ക് പോലും ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഇവിടെ ആരൊക്കെയോ ശബ്ദം കേട്ട് കാണും. മുത്തശ്ശിക്ക് എണീറ്റ് നടക്കാനുള്ള മടി കാരണമാണ് മുത്തശ്ശി മുറിയിൽ നിന്ന് പുറത്തേക്ക് പോലും വരാത്തത്. ഞാനെന്തായാലും അച്ഛൻ്റെ സമ്മതത്തോടുകൂടി തന്നെ മനുവേട്ടനെ വിളിക്കുകയാണ് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, എനിക്ക് അത്ര താല്പര്യമില്ല. പിന്നെ നിൻ്റെ ഇഷ്ടമാണല്ലോ. എത്ര വന്നാലും നിന്നെ പ്രസവിച്ച അമ്മയാണല്ലോ. അതിൻ്റെ വിഷമം നിനക്കുണ്ടാവുമെന്ന് എനിക്കറിയാം. നീ വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ താഴേക്ക് പോകുന്നുണ്ട്. അലീന ഉടനെ തന്നെ ഫോൺ എടുക്കുകയാണ്. ഫോണെടുത്ത് മനുവിനെ വിളിക്കുന്നുണ്ട്. മനു, എന്താ അലീന, എന്തായി? നിങ്ങളൊക്കെ പോവാൻ ഇറങ്ങിയോ? അവരെ രണ്ടാളെയും റെയിൽവേ സ്റ്റേഷനിലാക്കിയതിന് ശേഷം നിന്നെയും വീട്ടിൽ കൊണ്ടുപോയി ആക്കുമെന്ന് ബാലചന്ദ്രൻ അങ്കിൾ പറഞ്ഞിരുന്നല്ലോ എന്നൊക്കെ ഒറ്റ ശ്വാസത്തിൽ തന്നെ മനു ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുകയാണ്, മനുവേട്ടാ, ഞാനിപ്പോൾ യാത്ര പറയാനൊന്നും വിളിച്ചതല്ല. ഇവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി എന്ന് പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ഈശ്വര, അവിടുത്തെ പ്രശ്നങ്ങളൊന്നും കഴിഞ്ഞില്ലേ അലീന? എന്താ ഇപ്പോൾ അവിടെ പുതിയതായിട്ടുള്ളൊരു പ്രശ്നം? മനുവേട്ടാ, പുതിയ പ്രശ്നമൊന്നും പറയാൻ പറ്റില്ല. അമ്മ തന്നെയാണ് പ്രശ്നം. ഓ, അത് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ. നീ എന്തായാലും പ്രശ്നം എന്താണെന്ന് പറയ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന മനുവിനോട് പറഞ്ഞു തുടങ്ങുകയാണ്, മനുവേട്ടാ, നമ്മുടെ ശരണ്യുണ്ടല്ലോ, ശരണ്യയുടെ ബാഗിൽ കുറച്ച് എങ്ങനെയാ പറയണ്ടേ, കുറച്ച് ഡ്രഗ്സ് അങ്ങനെയായിട്ടുള്ള കുറേ ലഹരി പദാർത്ഥങ്ങളൊക്കെ അമ്മ ആരുടെ കയ്യിൽ നിന്നോ വാങ്ങിച്ച് ശരണ്യയുടെ ബാഗിൽ വെച്ചു. എന്നിട്ട് അമ്മ തന്നെ അത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുകയും ചെയ്തു. എന്തൊക്കെയാണ് നീ പറയുന്നേ? മനുവിന് ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. മനു ചോദിക്കുകയാണ്, നീ എന്തൊക്കെയാണ് അലീന ഈ പറയുന്നേ? നീ ഒന്ന് തെളിച്ച് പറ. ഡ്രഗ്സോ? ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്നാണ് നീ പറയുന്നേ? അങ്ങനെ അലീന പറഞ്ഞു തുടങ്ങുകയാണ്. മനുവേട്ട, ഇന്ന് രാവിലെ ഇവിടെ ശരണ്യയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിരുന്നു. അവർ വന്നു, കുറച്ച് സമയം ഒപ്പിരുന്ന് സംസാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് അവർ പോയത്. അവർ പോയ കഥയും പ്രത്യേകിച്ചൊന്നും പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അവരെയൊക്കെ ഒരുപാട് കളിയാക്കി പറയുകയും അവരുടെ കുടുംബത്തെയും മകളെയും തരം താഴ്ത്തി സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അമ്മയുടെ സംസാര രീതികൾ എങ്ങനെയായിരിക്കുമെന്ന് മനുവേട്ടന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. മനു പറയുന്നുണ്ട്, നീ പറയുമ്പോൾ തന്നെ എനിക്കതൊക്കെ ചിന്തിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് അലീന. അതെ മനുവേട്ടാ, അങ്ങനെയൊക്കെ തന്നെ. ഒരുപാട് ദുഷിച്ച രീതിയിലാണ് അമ്മ സംസാരിച്ചത്. അവർ പോയതിന് ശേഷം അതിനെ ചൊല്ലി അമ്മയും അച്ഛനും കുറച്ച് സംസാരിക്കുകയും ചെയ്തു. അച്ഛൻ അതൊന്നും തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പിലിട്ടും അമ്മയെ വല്ലാതെ നാണം കെടുത്തുന്ന പോലെയായിരുന്നു സംസാരങ്ങളൊക്കെ. അവരൊക്കെ പോയതിന് ശേഷം അല്ല മനുവേട്ടാ, അവരും ഒപ്പം ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ അമ്മയുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന അമ്മയുടെ ബാങ്കിലെ എന്തോ സ്റ്റാഫാണെന്നാണ് ഇവിടെ ബബിതയൊക്കെ പറയുന്നുണ്ടായിരുന്നത്. അദ്ദേഹം ഇവിടെ വന്നിട്ട് അമ്മയുടെ കയ്യിൽ എന്തോ കൊടുക്കുകയും അമ്മ അത് സ്പീഡിൽ തന്നെ അമ്മയുടെ റൂമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നതൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. എന്താണെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് വിചാരിച്ചത് അമ്മ ബാങ്കിൽ പോയി തുടങ്ങുമായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും അമ്മയുടേതായിട്ടുള്ള എന്തെങ്കിലും ഫയൽ എടുപ്പിച്ചതാവും എന്നൊക്കെയാണ് ഞങ്ങൾ ധരിച്ചു വെച്ചത്. പക്ഷേ അതല്ല എന്ന് പിന്നീടാണ് മനുവേട്ട കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ശരണ്യയുടെ
അച്ഛനും അമ്മയൊക്കെ പോയതിന് ശേഷം കുറേ കഴിഞ്ഞ് ഇവിടെ ഒരു ജീപ്പിൽ നിറയെ പോലീസുകാർ വന്നിറങ്ങി. ആരൊക്കെയാണെന്ന് മനുവേട്ടന് ഊഹിക്കാലോ, നമ്മുടെ പഴയ കേസിൽ അതേ ടീം തന്നെ. അവർ വന്നിട്ട് ഇവിടെ ആരാണ് ശരണ്യയെ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞു. അവർക്കപ്പോൾ ശരണ്യയും അറിയാമല്ലോ. ശരണ്യ പുറത്തേക്ക് വന്നതും ശരണ്യയോടും അച്ഛനോടുമായിട്ട് പറഞ്ഞു, ഇവിടെ ശരണ്യയുടെ പേരിൽ ഒരു കേസ് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ബാംഗ്ലൂരിൽ നിന്നും ഇങ്ങ് കൊണ്ടുവരികയും ബാലചന്ദ്രൻ്റെ വീട്ടിൽ ഒളിപ്പിച്ച് വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് കംപ്ലൈൻറ്റ് എന്നൊക്കെ പറഞ്ഞു. അച്ഛൻ ആളോട് SIയോട് കുറേ സമയം സംസാരിച്ചു നോക്കി, അത് എന്താണ് അങ്ങനെ, ആരാണത് പറഞ്ഞത് എന്നൊക്കെ. അതൊന്നും അദ്ദേഹം അപ്പോൾ പറഞ്ഞില്ല. അപ്പോൾ റെയ്ഡ് ചെയ്യാനുള്ള സാങ്ഷൻ ഉണ്ട്, റെയ്ഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അച്ഛനോട് തർക്കിക്കുകയായിരുന്നു. അദ്ദേഹം കയറി ഇവിടെ റെയ്ഡൊക്കെ നടത്തി. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ മനു ചോദിക്കുകയാണ്, ഇതൊക്കെ ഇത്ര പെട്ടെന്ന് സംഭവിക്കാൻ എന്താ ലീന കാരണം? അത് എന്താ പറയണ്ടേ മനുവേട്ടാ, അമ്മ തന്നെയാണ് വിളിച്ച് പറഞ്ഞത്. മനുവേട്ടന് ഞാൻ ഇത്രയും പറഞ്ഞതിന്ന് മനസ്സിലായില്ലേ? ഇവിടെ അമ്മയ്ക്ക് ആ കൊണ്ടുവന്ന് കൊടുത്ത ആളുണ്ടല്ലോ, അദ്ദേഹം ആ ബാഗിൽ കൊണ്ടുവന്നത് ഇതൊക്കെ തന്നെയായിരുന്നു മനുവേട്ടാ. ഇതൊക്കെ അമ്മ ആ ബാഗിൽ നിന്നെടുത്ത് നമ്മുടെ ശരണ്യയുടെ ബാഗിലേക്ക് വെച്ചു. ഇവിടെ പരിശോധിച്ച സമയത്ത് അവർക്കതൊക്കെ കിട്ടുകയും ചെയ്തു. അവർ തിരിച്ചു കൊണ്ടുവന്ന് ഇതാരുടെ ബാഗാണെന്നൊക്കെ ചോദിച്ചു. ബാഗിൽ നിന്നൊക്കെ ഇത് എടുത്ത് പുറത്തേക്ക് ഇട്ടു. അച്ഛന് ഓൺ ദ സ്പോട്ടിൽ കാര്യങ്ങൾ മനസ്സിലായി. അച്ഛന് മാത്രമല്ല മനുവേട്ടാ, കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്കും മനസ്സിലായി ഇതിന് പിന്നിൽ അമ്മയാണെന്ന്. കാരണം അത്രയും സമയമായിട്ടും അമ്മയ്ക്ക് പുറത്തിതൊക്കെ നടക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അമ്മ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയത് പോലുമില്ല. ഇവിടെ നമ്മുടെ ഈ ലിവിങ് റൂമിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവർ ഇതെല്ലാം ശരണ്യയുടെ ബാഗിൽ നിന്നും വാരി വലിച്ച് പുറത്തേക്കിട്ടത്. അതിനുശേഷം മനുവേട്ടന് അറിയാലോ അച്ഛൻ്റെ സ്വഭാവം. അച്ഛൻ അയാളോട് വളരെ കർശനമായി തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, ആരാണ് പറഞ്ഞത്, എങ്ങനെയാണ് ഇൻഫർമേഷൻ കിട്ടിയതെന്നൊക്കെ. SI തീരെ വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അച്ഛൻ ആളോട് ചോദിച്ചു, ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് ആരാണെന്ന് കണ്ടുപിടിച്ച് തന്നാൽ അവരെ ആയിരിക്കുമോ നിങ്ങൾ അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ബാഗിൽ നിന്നും എടുത്ത ആളെയാണോ അറസ്റ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ പറഞ്ഞു, ഇത് കൈകാര്യം ചെയ്ത ആളെ തന്നെയായിരിക്കും അറസ്റ്റ് ചെയ്യുക എന്ന്. അച്ഛൻ ഉടനെ തന്നെ അമ്മയുടെ മുറിയുടെ പുറത്ത് ചെന്ന് നിന്ന് അച്ഛൻ ഡോറിൽ തട്ടാൻ തുടങ്ങി. അമ്മ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്നു. അച്ഛൻ അമ്മയെ പോലീസുകാർ ചോദ്യം ചെയ്യുന്നതിനും അപ്പുറത്തായിരുന്നു അച്ഛൻ്റെ ചോദ്യം ചെയ്യൽ. എന്നാൽ അമ്മയ്ക്ക് ഒരിക്കൽ പോലും അച്ഛൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല മനുവേട്ടാ. അമ്മ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തി. അതിനു മുമ്പായിട്ട് നമ്മുടെ പുറത്തെ CCTV ക്യാമറയിൽ നിന്നും രോഹിത്ത് എല്ലാ വിഷ്വൽസും എടുത്തിരുന്നു. അങ്ങനെ പരിശോധിച്ചു വന്നപ്പോൾ ശരണ്യയ്ക്ക് നമ്മളായിട്ട് ഇവിടെ കൊടുത്ത ആ റൂമിൽ നിന്നും ആ ബാഗും കബോർഡിൽ നിന്നും അമ്മ ഒളിപ്പിച്ചു വെച്ചതായിട്ട് അതും കിട്ടി. എല്ലാ കാര്യങ്ങളും അതോടുകൂടി ക്ലിയറായി. പിന്നെ അമ്മയ്ക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, കാര്യങ്ങളൊക്കെ സമ്മതിച്ചു കൊടുത്തു. പറഞ്ഞതുപോലെ തന്നെ SIയും വാക്ക് പാലിക്കേണ്ടി വന്നു. SIക്കും ഉറപ്പായിരുന്നു അമ്മ തന്നെയാണ് SIയെ വിളിച്ച് ഇവിടെ ഇതൊക്കെ ഉണ്ടെന്നുള്ള വിവരം ധരിപ്പിച്ചതെന്നു. പിന്നെ SIയെ മനുവേട്ടന് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, അയാളുടെ ചിന്തകളൊക്കെ എവിടം വരെ പോയി കാണുമെന്ന്. അയാളും നമുക്കിട്ട് പണി തരാൻ വേണ്ടി തന്നെ കളിച്ച കളിയായിരുന്നു അമ്മയുടെ വാക്കിൻ്റെ പുറത്ത്. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അമ്മയെ അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി മനുവേട്ടാ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഇനി ഇവിടെ അച്ഛൻ ഒരു കാരണവശാലും അമ്മയ്ക്ക് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനൊന്നും പോകാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അച്ഛനോട് ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ അത് നിൽക്കില്ലെന്ന് തന്നെയാണ് അച്ഛൻ പറഞ്ഞത്. അത്രയ്ക്ക് മോശമായിരുന്നു അമ്മയുടെ പ്രവൃത്തികളെല്ലാം. എന്തൊക്കെ മോശം രീതികളാണെന്നറിയാമോ? ആ പാവം ശരണ്യയുടെ അമ്മയുടെ മുഖത്ത് നോക്കി ഇവിടുത്തെ എൻ്റെ അമ്മ സംസാരിച്ചത്. അമ്മയ്ക്ക് പറ്റിയ തെറ്റുകളൊന്നും തന്നെ ശരണ്യയ്ക്ക് പറ്റിയിട്ടില്ല.
എന്നിട്ടും അമ്മ എന്താണ് അമ്മയുടെ തെറ്റുകൾ നമ്മളെല്ലാവരും അറിഞ്ഞതാണെന്ന് അറിഞ്ഞിട്ട് പോലും അമ്മ ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മനുവേട്ടാ. മനു ശരണ്യയോട് പറയുന്നുണ്ട്, എല്ലാം ശരിയാവും ശരണ്യ. നമ്മളാരും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളല്ല ആൻറ്റി. ആൻറ്റിക്ക് സ്വയം ബോധം വരണം. എന്നാൽ മാത്രമേ ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി വരുള്ളൂ. ആൻറ്റിക്ക് അതെന്തെങ്കിലും വരുമായിരിക്കും. പക്ഷേ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, നിന്നെ കിട്ടണമെന്ന ആൻറ്റിയുടെ വാശിയുടെ പുറത്തെങ്കിലും ആൻറ്റി ഒരു നല്ല സ്ത്രീയായി പെരുമാറുമെന്ന്. ആ പ്രതീക്ഷയും എൻ്റെ പോയി. ഇനിയിപ്പോൾ ഞാൻ എന്താ അലീന ചെയ്യേണ്ടത്? മനുവേട്ടന് മാത്രമേ മനുവേട്ടൻ്റെ ആൻറ്റിക്ക് വേണ്ടി എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ മനുവേട്ട. അച്ഛൻ്റെ മുമ്പിൽ കൈ കൂപ്പിക്കൊണ്ട് അമ്മ പറഞ്ഞതാണ്, എന്നെ ഈ തവണത്തേക്കെങ്കിലും ക്ഷമിക്കണമെന്ന്, മാപ്പാക്കണമെന്ന്. അമ്മയുടെ മുമ്പിൽ മാത്രമല്ല, എൻ്റെ മുമ്പിലും വന്നു നിന്നു. എനിക്ക് ആ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ എനിക്കെന്തോ വെറുപ്പ് പോലെ തോന്നുമായിരുന്നു. കാരണം അമ്മയുടെ മകനും കൂടി കൂട്ടി നിന്നിട്ടാണ് ആ പെൺകുട്ടിയുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയതെന്ന് അമ്മയ്ക്ക് എത്ര പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. അത് രോഹിത്ത് തന്നെ എത്രയോ വട്ടം പറഞ്ഞതാണ്. ഇന്ന് പോലും രോഹിത്തിൻ്റെ സംസാര രീതി കേട്ടിട്ടുണ്ടെങ്കിൽ ഒരമ്മയും ഇനി ഇങ്ങനെ ഒരു തെറ്റ് ആ കുട്ടിയോട് ചെയ്യില്ല. അച്ഛൻ അമ്മയോട് മുഖത്ത് നോക്കി പറഞ്ഞു, ഒരു കാരണവശാലും ഈ വീട്ടിൽ നിന്നും ഒരാളും നിൻ്റെ രക്ഷയ്ക്കായിട്ട് വരില്ലെന്ന്. അമ്മ പോലീസിനോടും പറഞ്ഞതാണ് ഒരു മുൻകൂർ ജാമ്യത്തിന് ശേഷം എന്നെ അറസ്റ്റ് ചെയ്തോളാനൊക്കെ. എന്തൊക്കെയാണ് അമ്മ പറഞ്ഞു കൂട്ടുന്നതെന്ന് അമ്മയ്ക്ക് പോലും അറിയില്ല മനുവേട്ട. എനിക്ക് ആ സമയത്ത് വല്ലാത്ത വിഷമമാണ് തോന്നിയത്. പക്ഷേ ഇപ്പം ആലോചിക്കുമ്പോൾ അമ്മ ചെയ്ത തെറ്റുകൾക്കൊക്കെ എങ്ങനെയാണ് അമ്മ ഇനി പ്രായശ്ചിത്തം ചെയ്യുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ എന്തൊരു വിധിയാണ് മനുവേട്ട. നമ്മുടെയൊക്കെ വീട്ടിൽ ഓരോ പ്രശ്നം കഴിയുമ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നത്തിൽ നിന്നും മോചിതയായി ഒരു സമാധാനത്തോടു കൂടി ഒന്നിരിക്കാൻ പോലും കഴിയുന്നില്ല. മനുവേട്ടൻ്റെ അമ്മ ഒരിക്കൽ പറഞ്ഞതുപോലെ ഞാൻ വന്നതിന് ശേഷം തന്നെയായിരിക്കും അല്ലേ മനുവേട്ട ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അലീന, നിന്നോട് ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാണ്, നിൻ്റെ ചിന്താഗതി ആദ്യം തന്നെ ഇതെടുത്ത് മാറ്റാൻ. എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത്? നീ ഈ വീട്ടിലുണ്ടാവേണ്ട ആളാണ്. അതെത്രയോ വട്ടം ഞാൻ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ് അലീന. നീ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. നിന്നെ അന്ന് മുത്തച്ഛൻ ഉപേക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഏറ്റവും ആദ്യത്തെ കുട്ടിയായിട്ട്, അതായത് വൈജാൻറ്റിയുടെ ആദ്യത്തെ പേരക്കുട്ടിയായിട്ട് ഈ വീട്ടിലുണ്ടാവേണ്ട ആളായിരുന്നു നീ. അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. നീ നെഗറ്റീവ് ഒന്നും ചിന്തിച്ച് കൂട്ടണം എന്നില്ല. നീ എന്തായാലും ഇപ്പം തൽക്കാലം കോള് കട്ട് ചെയ്യുക ലീന. നിൻ്റെ അമ്മയെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നിട്ട് എന്താണ് വിവരം കിട്ടുന്നതെന്ന് ഞാൻ നിന്നെ വിളിച്ച് പറയാം. SI ആരാണെന്നൊക്കെ നിനക്കറിയാലോ. ഇതിനി അയാൾ കളിക്കാൻ പോകുന്ന കളി മറ്റു രീതിയിലായിരിക്കും അലീന. അതൊക്കെ നമുക്കിനി കണ്ടു തന്നെ അറിയണം. മഴ തോരും മുൻപയുടെ മറ്റൊരു എപ്പിസോഡുമായി ഉടൻ തന്നെ ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും. ഈ വീഡിയോസും ചാനലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുതേ. ശുഭരാത്രി.